ഇതാണ് ഇവിടുത്തെ മോർണിംഗ് ട്ടാ. ലേശം കോട മഞ്ഞുണ്ട് കണ്ടാ, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബാര എലിഫൻ്റ് ക്യാമ്പ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് 4.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ദുബാര. അവിടെ ഒരു എലിഫൻ്റ് ക്യാമ്പ് ഉണ്ട്. അവിടെ നമ്മൾ താമസിച്ച് അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അക്കോമഡേഷൻ്റെ പ്രത്യേകത, നമുക്ക് ആനകളുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ നേച്ചർ വാക്ക് ഉണ്ട്, സഫാരി ഉണ്ട്, ആനയുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ ആട്ടോ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു കേട്ടോ സമയം. നമ്മളപ്പോൾ എഴുന്നേറ്റ് ഇവിടെ അതിരാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് നേച്ചർ വാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് ചായ ഉണ്ടായിരുന്നു, ചായയും ബിസ്ക്കറ്റും. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് നേച്ചർ വാക്കിനാണ്. ആ ഒരു ഏരിയയിൽ അവരിങ്ങനെ നടക്കാൻ കൊണ്ടുപോകും. അവിടെയുള്ള മരങ്ങളെ പറ്റിയിട്ടും ചെടികളെ പറ്റിയിട്ടും മൃഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. അപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു വാക്കായിരുന്നു. കാലത്ത് നല്ല റിഫ്രഷിങ് ആണ്. ആ ഒരു ഫുള്ള് കാട് പോലത്തെ സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒച്ചുകളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോക്സ് ഇട്ട് കാലുമൊച്ച് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ നേച്ചർ വാക്കൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എലിഫൻറ്റിനെ കുളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ചന്ദ്രപ്പിയാണ് ആനേനെ കുളിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ആനേനെ കുളിപ്പിക്കുന്ന വേക്കൻസി ഉണ്ടെന്ന് കേട്ട് ചന്ദ്രപ്പി അപ്ലൈ ചെയ്യാൻ പോവാ. പിന്നെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നോക്കാം നമുക്ക്. ചട്നി ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, സേമിയ ഉണ്ട്, ടാമറിൻ റൈസ് ഉണ്ട്, ഉപ്പിട്ടുണ്ട്, സ്വീറ്റ് ഉണ്ട്. ഓംലെറ്റ് പറയാം. ഓംലെറ്റ് വേണമെങ്കിൽ പറയാമല്ലേ. ബ്രെഡ് ടോസ്റ്റും സേമിയ ഉപ്മാവ്. ഇവിടെ ഞാൻ 2 ദോശ, 2 പരിപ്പ് വട, കുറച്ച് സേമിയ ഉപ്മാവ്, പിന്നെ ചട്നി, പപ്പായ, സാമ്പാർ, പിന്നെ ബ്രെഡ് ഉണ്ട്, വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ആനേനെ കുളിപ്പിക്കുന്ന പരിപാടിക്ക് പോകാനായിട്ട്. 9:30 ആണ് നമ്മൾ ആനേനെ കുളിപ്പിക്കാൻ പോകണം. ആനേനെ ഇറക്കിയിട്ടുള്ള ആ വെള്ളത്തിൻ്റെ സ്ഥലത്തേക്കാട്ടോ പോകണത്. കുട്ടൂസ് ഫുൾ ആനേനെ കുളിപ്പിക്കാൻ റെഡി ആയിട്ട് വന്നാണ്. ഞാൻ തന്നെ ചാൻസുണ്ട്, നേരെ ആനേൻ്റെ താഴെത്തും. ആ എടുക്കടി അങ്ങോട്ട് ഞാൻ പോണാന പോണു. ഇവരെ ആന കൂടി കഴിഞ്ഞ് പോവാട്ടോ. നല്ല കൊമ്പോളാണ്.
ഇവിടെ നമ്മൾ വരുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റണ കുഞ്ഞു കുട്ടികളടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആനേനെ കുളിപ്പിക്കുന്നത്. പല പല മെരുങ്ങിയ സേഫ് ആയിട്ടുള്ള ആനകളെ ഇവർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇവരെ കുളിപ്പിക്കാം. യാതൊരു പ്രശ്നവുമില്ല. അവിടെ ആനേനെ നോക്കണ ആനപ്പാപ്പന്മാർ ഒരുപാടുണ്ട്. കൂടാണ്ട് നമുക്ക് ഒരു ഗൈഡും ഉണ്ടായിരിക്കും. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ നമുക്ക് അടുത്ത് പോയിട്ട് നമുക്ക് ആനേനെ കുളിപ്പിക്കാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്ര അടുത്ത് ഞാൻ ആനേനെ എങ്ങനെ കുളിപ്പിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. Madam, come closer. Wash it here. ഇപ്പൊ നമ്മളുടെ ഈ ആനനെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ പോയിക്കൊണ്ട് പേടിയായിട്ട് വേണ്ടില്ല. കാലോറിയുന്നുണ്ട്. മതിക്കൽ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കണ്ടപ്പോഴേക്കും. അർമാദം 1, അർമാദം 2. സൂക്ഷിച്ച് കാല് വീണ പൊട്ടു. ചന്ദ്രപ്പി അവിടെ ഡെപ്ത് ഉണ്ടിട്ട് അങ്ങോട്ട് നീങ്ങിയ. ഞാനുകളുണ്ടല്ലോ ഇപ്പൊ നമ്മള് കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ 2 എണ്ണത്തിന് വന്ന് ഇറക്കിയുള്ളൂ. ഇതൊരു കുഞ്ഞാനി, മറ്റേത് ഭയങ്കര നമ്മളപ്പോൾ ഇത് ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തതാണ്. സ്കൈവേ എന്ന് പറഞ്ഞ കമ്പനി ത്രൂ ആണ് ഇത് ബുക്ക് ചെയ്തത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ അവസാനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ എത്ര ദിവസം ഇവിടെ താമസിച്ചു. ഇവിടെ മാത്രമല്ല, നമ്മൾ നാഗർഹോള എന്ന് പറഞ്ഞ ഒരു നേച്ചർ റിസർവിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, കിഡ്സ് ലവ് ദിസ് എക്സ്പീരിയൻസ്. ഇത്ര അടുത്ത് എലിഫൻസ് അതിനെയൊക്കെ ഇങ്ങനെ കാണാനും ആനകളെ ഒന്ന് തൊടാനും എന്താ പറയുക അവരുടെ വികൃതി കാണാനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. എല്ലാം രണ്ടും കിടന്നു വേണം. Look here. Now you don't be scared. Look here. ചെല്ല്. ഇവിടെ ചുട്ടു എവിടെയാ? ചെല്ല്. കാലിനോട് പറഞ്ഞല്ല ചവിട്ടിട്ട് लाड कर दे मम्मा कर दे हां देख लाड कर दे अभी हाथ से लाड कर दे तू पानी डाल
അപ്പോൾ നമ്മളുടെ ആനേൻ്റെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ആനേൻ്റെ അടുത്ത് അർമാദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ റൂമിൽ പോയിട്ട് നമ്മൾ ഫ്രഷ് ആവും. ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ ആനേനെ ഫീഡ് ചെയ്യണ പരിപാടി ഉണ്ട്, അത് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. നമ്മളിപ്പോൾ ആനേനെ ഫീഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നാഗർഹോളയിലെ JLR കിങ്സ് എന്ന് പറഞ്ഞ സാങ്ച്വറി എന്ന് പറഞ്ഞൊരു റിസോർട്ട് അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1 നൈറ്റ് സ്റ്റേ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആനേനെ ഫീഡ് ചെയ്യാൻ പോവാം. അവിടെ നിൽക്കുന്നത് ആന പിന്നെ ആനക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. और बदले ना 50 രൂപ കൊടുത്താലേ ഇവർ ഇങ്ങനത്തെ പുല്ലുകെട്ട് തരുന്നുണ്ട്. ഈ പുല്ലുകെട്ട് ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ 2-3 ആനകളെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആവശ്യം വേണ്ടവർക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാം. ഈ ആന ഇത്തിരി പ്രശ്നക്കാരനാണ്, അതാണ് ഇവന് അധികം ഫുഡ് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ടുട്ടന് കൊടുക്കണ ഫോട്ടോ അല്ല വീഡിയോ എടുത്താ ഒരൂടെ കൊടുത്തോ. ഞാൻ ഇങ്ങനെ എടുക്കാം. അതിനൊത്തിരി പ്രശ്നമുണ്ട്. ടൂച്ചാവനെ പിടിച്ചോണോ? നീ ഇങ്ങനെ അവൻ്റെ എടുക്കട്ടെ. തിന്നോവൻ വാഞ്ചോ 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 വാഞ്ചോ. പിന്നെ തിന്നാനത് കള്ള ആനകള് വാങ്ങിച്ചിങ്ങനെ സൈഡിൽ വെക്കുക, പിന്നെ തിന്നാൻ വന്നിട്ട്. എനിക്ക് ഒരെണ്ണം വേണം അമ്മേ. ഇപ്പൊ തന്നെ ഞങ്ങൾ എന്നിപ്പോ എനിക്ക് വാങ്ങിച്ചു തന്നെയില്ല. ഓ പുളി കഴിഞ്ഞതാ അവരുടെ. നമ്മള് ഇനിയിപ്പോ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് ആനേന്റെ ഒപ്പം. നമ്മള് കുളിപ്പിച്ച് ആദ്യം ആന തന്നെയായിട്ട് ഇതും. ഇവരിവിടെ വന്നിട്ട് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് 11 മണിക്ക് നമ്മളിവിടെ വന്നിട്ട് ഫുഡ് കൊടുത്ത. കാലുണ്ട് ചവിട്ട് കേട്ടോ. നമ്മൾ ആഫ്രിക്കയിൽ ഇതുപോലെ നടന്നിട്ടുണ്ടോ ആനയുടെ ഒപ്പം? അതുപോലെ തന്നെ ഇവര് പറയാറുണ്ട് ഇതൊക്കെ ഫ്രണ്ട്ലി ആണ്, ഒന്നും ചെയ്യില്ല എന്നിട്ടോ. ഭയങ്കര നല്ല ആനയാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ. പക്ഷെ ഇവിടെ ആനേനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആനയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലും ബെസ്റ്റ് പ്ലേസാണ്. നമുക്കിവരെ കുളിപ്പിക്കാം, ഇതിൻ്റെ കൂടെ നടക്കാം, ഫീഡ് ചെയ്യാം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതും ഈ ഇവർ മെരിഞ്ഞ ആനകളെ മാത്രം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വെക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ ഇവരെ ഇണക്കിയെടുക്കുക. ഇവരെ വേറെ ഒരു പണിക്കും ഇവർ കൊണ്ടുപോകണില്ല കേട്ടോ, വേറെ തടി പിടിക്കാനോ അങ്ങനെ ഒന്നിനും. ഈ ഒരു ടൂറിസത്തിന് ഇതെന്താ കർണാടക ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് കൺസർവേഷനാണ്. ഇത് മുഴുവൻ ആനകളുടെ റീഹാബ് ക്യാമ്പാണ്. ഇത് ദൊബാര എലിഫന്റ് ക്യാമ്പ്. ഇവിടെ താമസിക്കാണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഡേ വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ.
അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് വരിക, ഇവിടെ ഡേ വിസിറ്റ്സ് അലൗഡ് ഹിയർ റൈറ്റ്? നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ട് ഇപ്പം അങ്ങോട്ട് പോവാ. This is speedboat. Not speedboat, motorboat. സൈഡിലായിട്ടുണ്ടല്ലോ റിവർ റാഫ്റ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് റിവർ റാഫ്റ്റിങ്ങിന്റെ സ്പോട്ട്. പക്ഷെ നമ്മളത് ചെയ്യില്ല, കുഞ്ഞു കുട്ടികളുള്ളപ്പോൾ അത് ചെയ്യൽ എളുപ്പമല്ല. അതുകൊണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. നമ്മള് അപ്പോൾ ദുബാര നാഷണൽ പാർക്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ, നല്ല ഫുഡ്, വീട്ടിലുണ്ടാക്കി പോലത്തെ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഞാനൊക്കെ തടി വെച്ചിട്ടുണ്ട്. അതുവരെ നമുക്ക് കൺട്രോൾ എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും നമ്മൾ ആശു കൊടുത്തല്ലേ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നു. പിന്നെ എന്തിനാ വന്നിട്ട് ഈ രസമായിട്ട് തോന്നിയത്? അമ്മോട് ചോദിക്കാം. അല്ല അമ്മ പറഞ്ഞു, നീ പറഞ്ഞു ഫുഡൊക്കെ നല്ലായിരുന്നു. കൂർഗ സ്റ്റൈലാണോ കൂട്ടാനൊക്കെ? പക്ഷെ നല്ല ഹോംലി ഫീൽ ആയിരുന്നു കേട്ടോ. പിന്നെ ആനേനെ അടുത്ത് പോലെ അതൊക്കെ ഭയങ്കര എന്താ പറയാ രസമായിരുന്നു ചെയ്യാനായിട്ട്. അത്ര അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ കൂടി വേറെ 2 ഫാമിലീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മൺഡേ ആണല്ലോ ഓൾറെഡി, അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എന്തായാലും നല്ല സുഖമായിരുന്നു. അപ്പോൾ ഇത് നമ്മളിത് ഫുൾ ഓൺലൈനായിട്ട് എന്തിട്ടാ ആൾക്കാരുടെ പേര് സ്കൈ വേ എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് കമ്പനിയാണ് ഇത് ചെയ്തു തന്നത്. അപ്പൊ നമുക്ക് 6 അഡൾട്ടും 2 കുട്ടികളടക്കം നമുക്ക് എത്രയായിരുന്നു ഇത് 45,000 സംതിങ് 44 തോന്നുന്നുണ്ട്. ഇവിടെ 44 ദുബാര എലിഫന്റ് ക്യാമ്പില്. അപ്പൊ അതില് 3 നേരത്തെ ഫുഡ്, ഒരു സഫാരി, പിന്നെ ഫുഡ്, പിന്നെ ഈ അക്കോമഡേഷൻ, ചായ ബിസ്ക്കറ്റ്, കാലത്ത് തന്നെ നേച്ചർ വാക്ക്, പിന്നെ സമോസ പക്കോടി. അതാണ് മെയിൻ. ഇല്ല സമോസ പക്കോടി ഉണ്ടായിരുന്നു. ചായ ബിസ്ക്കറ്റ് പക്കോടിയും. ചിലപ്പോ ഓരോ ദിവസം സമോസ ഞാനൊന്നും പറ്റില്ല. ഇതെവിടെ നിന്നാണ് സമോസ? അല്ല, വേറെ ദിവസം സമോസ ചിന്തിക്കാൻ. പക്ഷെ ഓൾ ഇൻ ഓൾ ഒരു 8 പേർക്ക് 44 സംതിങ് ആണ് നമുക്ക് ആയത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇപ്പം നമ്മൾ ആ കൂടെ ഒരു നൈറ്റാണ് സ്റ്റേ ചെയ്തത്, ഇത് കാശ് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചെങ്കിലും അവർ തരുന്ന ഫെസിലിറ്റീസും എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഒരു 2 വൈഫ് ആൻഡ് ഹസ്ബൻഡ്, ഒരു ചെറിയ കൊച്ചെന്ന് വെച്ചാൽ ഒരു കോട്ടേജ് 15,000 rupees എല്ലാം ഓൾ ഇൻ ഓൾ പാക്കേജ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇറ്റ്സ് വെർത്താണ്. ഇപ്പൊ നമ്മൾ പോണത് ഇവരുടെ തന്നെ അണ്ടറിലുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദുബാര എലിഫന്റ് ക്യാമ്പ് ഒരു നൈറ്റ് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ പോണത് നാഗർഹോള നാഷണൽ പാർക്കിലെ JLR കിങ്സ് എന്ന് പറഞ്ഞാലാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്. JLR കിങ്സിലെ AC റൂംസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അത്ര കൂളായിരുന്നു കേട്ടോ, ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കൂൾ തന്നെയായിരുന്നു. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെയും നമുക്കായത് നമുക്ക് 8 പേർക്ക് കൂടിയിട്ട് നമുക്ക് 2 നൈറ്റ്സിനായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 90,000 rupees ആണ് നമുക്ക് ആയത് ഈ ഒരു ഏജൻസി വഴി. ഇതുവരെയുള്ള ഈ ഇപ്പൊ ദുബാരയില് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇപ്പൊ പോയിട്ട് JLRൽ നമുക്ക് കാണാം. ഓക്കെ, അമ്മയൊക്കെ ഉറങ്ങി. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ട്രിപ്പ് യു ക്യാൻ കമൻറ്റ് ബിലോ. അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള നാഗർഹോളയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി. ടാറ്റാ.